ഒരു ആഗോളതലത്തിൽ ഒരു കൗതുകമുള്ള ഒരു വാർത്ത വളരെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇന്നലെയാണ് ഇത് വളരെ വൈറലായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളും. എന്താന്ന് വെച്ചാൽ മാർച്ച് 13 നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ 6 വിരലുകൾ കാണുന്നുണ്ട്. അപ്പോൾ നെതന്യാഹുവിനെ പുറത്ത് കണ്ടിട്ട് കുറച്ച് ദിവസമായി. നെതന്യാഹുവിൻ്റെ തന്നെ ഈ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ യാത്രകൾക്കുള്ള വിമാനം ഉണ്ടല്ലോ, ഇവിടെയൊക്കെയുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1 ഒക്കെ പോലെ, ആ വിമാനം നേരത്തെ തന്നെ ജർമ്മനിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറാൻ ആക്രമിച്ച് തകർത്താൽ വലിയ നഷ്ടമാണല്ലോ സംഭവിക്കുന്നത്. ആ വിമാനം അങ്ങോട്ട് പോയതൊക്കെ ഫ്ലൈറ്റ് റഡാർ ഡാറ്റയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇപ്പൊ നെതന്യാഹുവിനെ കാണാനില്ല, വലിയ പ്രസംഗവും പ്രഭാഷണവും ഇറാനെതിരായ ഭീഷണിയൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വരുന്നു. അതിൽ ഒരു കയ്യിൽ 6 വിരലുണ്ട്, അദ്ദേഹത്തിന് 5 വിരലേ ഉള്ളൂ 2 കയ്യിലും. ചിലർക്ക് അബദ്ധത്തിലൊക്കെ 6 ജന്മനൊക്കെ വരുമല്ലോ. ചെറിയ വിരല്, ഈ ചെറിയ വിരലില് പൊട്ടിമുറിയാം. ഇത് അങ്ങനെയില്ല. അപ്പോൾ ഒരു സംശയം വന്നു, ഇത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടാക്കിയ വീഡിയോ ആണോ? പണ്ടത്തെ പോലെ ഈ ഗമനൈ നിലവറയിലായിരുന്നപ്പോഴും അയാളുടെ വീഡിയോ ഒക്കെ വന്നിരുന്നത് പോലെ. അപ്പോൾ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ലോകത്ത് ഉയരുന്നുണ്ട്. ഇത് ശരിക്കും വെള്ളിയാഴ്ചയാണ് ഈ Xൽ ഈ വീഡിയോ വന്നത്. അപ്പോൾ പലരും ചോട്ടിൽ വന്നിട്ട് കമൻറ്റിൽ ഇതെന്താ 6 വിരല്, താനും ഈ പരിപാടി തുടങ്ങിയോ, താൻ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ, കുറെ നാളായിട്ട് തന്നെ താൻ ജീവിച്ചിരിപ്പുണ്ടോ, ഈ 6 വിരല് നേരത്തെ ഉണ്ടോ, നേരത്തെ തന്നെ തട്ടിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഗ്രോക്കിൽ ഇത് വെരിഫൈ ചെയ്തു പല ആളുകളും, ഇത് വീഡിയോ AI ആണോ അല്ലയോ എന്നുള്ളത്. ഇത് AI അല്ല എന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. വലത് കൈ ഈ പോഡിയത്തിന് നേരെ ഇയാൾ ചൂണ്ടുന്നതാണ് വലത് കൈ. അങ്ങനെ ചൂണ്ടുമ്പോൾ ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം, ഒരു പത്രസമ്മേളനത്തിന്റെ വീഡിയോ ആണിത്. അപ്പൊ പോഡിയത്തിന് നേരെ അയാൾ കൈ ചൂണ്ടുമ്പോൾ ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ വന്നിട്ട് വേറൊരു വിരലും കൂടി ഉണ്ട് എന്ന് തോന്നുന്നതാണ് എന്നാണ് ഗ്രോക്കിന്റെ മറുപടി. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു മകൻ, ഇളയ മകൻ ഇയർ നെതന്യാഹു, അയാൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഈ അപ്പൻ മഹാൻ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ ഇപ്പൊ ഈ ഇളയ മകന്റെയും പോസ്റ്റുകളൊന്നും കാണുന്നില്ല. ഇങ്ങനെ മഹാൻ മഹാൻ എന്ന് പറഞ്ഞിട്ട് ഈ ബിനീഷ് കോടിയേരിയൊക്കെ നേരത്തെ കോടിയേരി മഹാൻ എന്ന് പോസ്റ്റ് ഇടുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു മകനാണിതും. അപ്പോ ഏറ്റവും ഒടുവില് നെതന്യാഹുവിനെ കണ്ടത് ബെയ്ത്ത് ഷമേഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറാന്റെ ആക്രമണം, മിസൈൽ ആക്രമണം ബാധിച്ച് ഹിറ്റ് ചെയ്തിട്ട് തകർന്ന് അവശിഷ്ടങ്ങൾ, ആ അവശിഷ്ടങ്ങൾ സന്ദർശിക്കുന്ന, അവശിഷ്ടങ്ങൾക്കിടയിൽ നെതന്യാഹു നിൽക്കുന്ന ഒരു സംഭവമാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അത് കഴിഞ്ഞ് അയാളെ പുറത്ത് കണ്ടിട്ടില്ല. മാത്രമല്ല അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അവിടെ സ്കൈ ന്യൂസിൽ ഒരു അഭിമുഖത്തിലിരിക്കുക. അഭിമുഖത്തിൽ സ്കൈ ന്യൂസിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ ഈ മുറിയിലേക്ക് തലയിട്ടിട്ട് പ്രസിഡന്റ് വാണ്ട്സ് യു എന്ന് പറഞ്ഞു, നിങ്ങളെ പ്രസിഡന്റ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇടപെടല് ഒരു വളരെ അസാധാരണമാണ്. അപ്പൊ എന്തോ പ്രത്യേകിച്ച് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ സ്കോട്ട് ബെസന്റിനെ വിളിച്ചു വരുത്തിയതാണോ എന്നുള്ള സംശയവും ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് ഈ സ്കോട്ട് ബെസന്റ് പെട്ടെന്ന് ഇവിടുന്ന് പോയി സ്റ്റുഡിയോയിൽ നിന്ന്. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാൾ ഇന്റർവ്യൂവിന് മടങ്ങി വന്നു, സ്കോട്ട് ബെസന്റ്. അപ്പോൾ ഈ ലൈവായിരുന്നേ ഈ ഇന്റർവ്യൂ. അപ്പൊ നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഈ ദിവസം തന്നെ. അപ്പൊ അങ്ങനെ ഈ പ്രസന്റർ, അവതാരകൻ വിൽഫ്രഡ് ഫ്രോസ്റ്റ് ആയിരുന്നു. 2 മണിക്കൂർ ഈ തിരിച്ചു വന്നപ്പോൾ സ്കോട്ട് ബെസന്റിന്റെ ശരീരം, മുഖം വളരെ അൺസെറ്റിൽഡ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ട്.
എന്ന് പറഞ്ഞാൽ പഴയ സ്കോട്ട് ബെസന്റ് അല്ല തിരിച്ചു വന്നപ്പോൾ കാണുന്നത്. എന്തോ എന്തോ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് ഈ നെതന്യാഹുവിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞുകൂടാ. അതേസമയം ഈ 2500 മറീനുകളെ അയക്കുന്ന അംഫീബിയൻ ഷിപ്പും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒപ്പിടാൻ വേണ്ടിയോ മറ്റോ ഇയാളെ സ്റ്റുഡിയോയിൽ നിന്ന് പൊക്കിയതാണോ എന്നൊക്കെ പലതരം ചർച്ചകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തായാലും വളരെ 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 അഭ്യൂഹങ്ങൾ പരക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ യുദ്ധവാർത്തകൾ നിൽക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്തായാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നടന്നിട്ടുള്ളത് അത് ആർക്കും കൃത്യമായിട്ട് അറിയാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമാക്കി വെക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന അതെന്താന്ന് വെച്ചാൽ ഒരുപാട് റൂമറുകൾ നേരത്തെ വന്നു. നെതന്യാഹുവിൻ്റെ സഹോദരൻ കുഴപ്പം വന്നു, മിസൈൽ ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു റൂമർ വന്നു. അതുപോലെ തന്നെ അവിടുത്തെ മൊസാദിൻ്റെ ചീഫിനും ആക്രമണം നേരിടേണ്ടി വന്നു. ഇങ്ങനെ 2-3 അവിടുത്തെ ഉന്നതന്മാർക്കെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ ഇവർക്ക് തകരാറൊക്കെ സംഭവിച്ചു എന്നൊക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഇറാൻ ഈ അമേരിക്കൻ താവളങ്ങൾ ഇതുപോലെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു, ഉറപ്പാണ്. അതല്ലാതെ നേരത്തെ പോലെ ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. ഇത് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ഇറാൻ പിടികൂടിയതുകൊണ്ട് ഇറാൻ അതാണ് ഇത്രയും ദിവസം പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ ധാരാളം മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് കാര്യമായ പരിക്കുകളുണ്ട്. അമേരിക്കയുടെ തന്നെ കപ്പലുകൾക്കും ഒക്കെ പരിക്കേറ്റത് ഒരുപാട് അമേരിക്കൻ താവളങ്ങളിൽ. 2 പ്രധാനപ്പെട്ട റഡാറുകൾ ഖത്തറിലും ജോർദനിലും തകർന്നു പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഇറാന്റെ ആക്രമണം ഈ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് മൊസൈക്ക് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് പട്ടാളം. 31 പ്രവിശ്യകളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കമാൻഡുകളുണ്ട് അവർക്ക്. അവിടെ നിന്ന് അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ ഈ ഇസ്രയേലിൻ്റെ ആക്രമണ വാർത്തകൾ നമ്മൾ അധികവും കാണുന്നത് മിക്കവാറും ഈ ലെബനൻ, അതുപോലെ സിറിയ, ഹിസ്ബുല്ലയ്ക്ക് നേരെയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. പൊതുവെ ഇസ്രയേലിൻ്റെ ഒരു ആക്രമണമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചത് ഇറാനിലെ സ്പേസ് റിസർച്ച് സെന്റർ ആക്രമിച്ച് ഇന്നലെ തകർത്തു. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം. ഇസ്രയേലിൽ കുറക്കാലമായിട്ട് വലിയ ആക്രമണങ്ങൾ ഇറാനിൽ നടന്നതായിട്ട് കാണുന്നില്ല, അമേരിക്ക ചെയ്യുന്നതായിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ സ്പേസ് റിസർച്ച് സെന്റർ ആക്രമിച്ച് തകർത്തു. അപ്പോൾ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു ഇതൊരു ഡിസിസീവ് സ്ട്രെച്ചിലേക്ക് കടക്കുകയാണ്, ആക്രമണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നും പറഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സ്പേസ് റിസർച്ച് സെന്റർ ആക്രമിച്ചത്. ഇങ്ങനെ കോർ മിലിറ്ററി സിസ്റ്റംസ്, പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിൻ്റെ ഭാഗമാണ്. IDFിൻ്റെ ഇൻ്റലിജൻസ് അവിടുത്തെ പട്ടാളത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ഈ വിവരം കൊടുത്ത ശേഷമാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിരുന്നു. മെയിൻ സ്പേസ് റിസർച്ച് സെന്റർ എന്നാണ് പറഞ്ഞത്. അവിടെ സ്ട്രാറ്റജിക് ലാബുകൾ, നിർണായക തന്ത്രപ്രധാനമായ പരീക്ഷണശാലകളുള്ളതാണ്. പട്ടാള ഉപഗ്രഹങ്ങൾ അയക്കാൻ ഉള്ള കേന്ദ്രമാണ്. അതിൻ്റെ ഗവേഷണം ഒക്കെ വികസിപ്പിക്കുന്നതും ഒക്കെ ഇവിടെയാണ്. പട്ടാള ഉപഗ്രഹങ്ങൾ അതിൻ്റെ സെൻട്രൽ പ്രൊഡക്ഷൻ സെന്ററുമാണ് ഇത്. അപ്പോൾ ഇതുപോലെ തന്നെ നിർണായക എയർ ഡിഫൻസ് കേന്ദ്രങ്ങളൊക്കെ ഇസ്രയേൽ ആക്രമിച്ചു എന്ന് പറയുന്നു. അതുപോലെ ഈ ടാബ്രിസ് എന്ന് പറഞ്ഞ വ്യവസായ മേഖല ഒഴിയാനായിട്ട് ഇസ്രയേൽ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടാബ്രിസ് ആക്രമിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അത് ടെഹ്റാന് പടിഞ്ഞാറാണ് ടാബ്രിസ്. ഇതാണ് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ ഈ ഇറാനിൽ അത്ര ശക്തമല്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ റൂമർ വന്നിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള ആക്രമണം പല സ്ഥലത്ത് നടത്താൻ ഇറാന് കഴിയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ അവരൊരു സ്ട്രാറ്റജിക് മൂവ് തന്നെയാണ്.
പ്രത്യേകിച്ച് ഡീസെൻട്രലൈസ്ഡ് ആയി കഴിയുമ്പോൾ അതെ. ഏതെങ്കിലും കേന്ദ്രം താർത്തതിൻ്റെ പേരിൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. ആ കാരണം അത് താർത്താലും ഇല്ലെങ്കിലും ഇവന്റെ പണി നടത്തിക്കൊണ്ടിരിക്കും. അവർ ഈ ഗാർഗ് ആക്രമിച്ചല്ലോ കഴിഞ്ഞ ദിവസം അമേരിക്ക. അവര് UAE ഫുജൈറ തുറമുഖം ആക്രമിച്ചു. തിരിച്ചടിക്കും എന്നുള്ളത് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. വലിയ തിരിച്ചടികൾ, വലിയ എണ്ണ കേന്ദ്രങ്ങൾ ഇനി ഇറാൻ ആക്രമിക്കുന്നുള്ള ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.